ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കിടാസ് വെള്ളിയിലേക്ക് സ്വാഗതം. നമ്മൾ ചെറിയൊരു വീഡിയോ ആണ്. ഈ മാവിൻ്റെ തളിരിലകളെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ചെറിയ തളിരില വരുമ്പോൾ തന്നെ അതൊരു കട്ട് ചെയ്ത് കഴിഞ്ഞൊരു തരം വണ്ടി കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫുള്ള് കട്ട് ചെയ്ത് നശിപ്പിച്ചാളാ. എന്നിട്ട് ആ തണ്ടിലൊക്കെ ഒരു കറുപ്പ് പുള്ളി വീണ് തണ്ടിൽ തന്നെ നശിച്ചു പോവുക. അപ്പോൾ കൂടുതലും നമുക്ക് ഉണ്ടാകുന്ന ഈ മഴക്കാല സമയത്താണ് കൂടുതൽ ഉപദ്രവം ഉണ്ടാകുന്നത്. വേനലും ഉണ്ടാകുന്നുണ്ട്, എന്നാലും മഴക്കാലത്താണ് കൂടുതൽ ഈ ഉപദ്രവം ഉണ്ടാകുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നൊരു മരുന്നാണ്. ഇപ്പോൾ നമ്മൾ മരുന്നിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു മരുന്നാണ് നമ്മൾ ഈ തളിരില സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന്. എക്കാലക്സിൻ്റെ പല മരുന്നുകളുണ്ട്. വെച്ചാൽ ഇതിന് പിന്നെ ഞാനിപ്പോൾ ഉപയോഗിച്ചാലേക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു മരുന്നാണിത്. അപ്പോൾ ഇത് തളിരില വരുമ്പം തന്നെ ചെറുതായിട്ട് വരുമ്പം തന്നെ ഒരു പ്രാവശ്യം അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി ഒരു തളിരില ഒരു വരവ് വരുന്നതിൽ ഒരു 3 പ്രാവശ്യം നമ്മൾ അടിച്ചു കൊടുത്താൽ ഒരൊറ്റ ഇലയും പോവില്ല. ഇലയൊക്കെ നല്ല ഭംഗിയായിട്ട് വളരെ കറക്റ്റായിട്ട് ഒക്കെ തയ്ച്ച് വളർന്നോളും. അതായത് നമ്മൾ അങ്ങനെ വെറുതെ ഇട്ടിട്ട് കാണാൻ അതൊക്കെ കഷ്ണം വെട്ടിയിട്ട് കംപ്ലീറ്റ് വെട്ടി ഇറക്കലാക്കും. അതുപോലെ തന്നെ ആ തണ്ടിനൊക്കെ ഒരു കറുപ്പ് പുള്ളി വന്നിട്ട് തണ്ട് വരെ നശിച്ചു പോകും. വല്ലാത്തൊരു ശല്യമാണ് ഈ വണ്ടിനെ കൊണ്ട്. അത് ഇറക്കൽ വീണാലും അത് നശിപ്പിച്ചിട്ടില്ലെങ്കിൽ അവിടുന്ന് അതിൻ്റെ പിന്നെ മുട്ടകൾ വിരിഞ്ഞും കാഞ്ഞ് വീണ്ടും വരും. അപ്പോൾ ഞാൻ ഈ മരുന്ന് ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ടാണ്. എക്കാലക്സിൻ്റെ ഇതിപ്പോൾ 100 മില്ലിൻ്റെ ഒരു ബോട്ടിലാണ്. ഇതിന് 120 രൂപ ആണ്. ഇതെല്ലാം പിന്നെ വളക്കടയിലൊക്കെ കിട്ടും. വളരെ നല്ല എഫക്റ്റുള്ളൊരു മരുന്നാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും വേണം. ഉപയോഗിക്കുമ്പോൾ നമ്മൾ പിന്നെ മുഖമൊക്കെ കെട്ടുന്നത് നല്ലതാണ്. പിന്നെ കുട്ടികളുടെ അടുത്ത് ഉപയോഗിക്കാണ്ടിരിക്കുക. ഈ ഒരു മാവ് നമ്മളിപ്പോൾ ഇതടിച്ചെങ്കിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നമ്മൾ അടിച്ച് ഇനി ഒരു പ്രാവശ്യം കൂടി അടിച്ചാൽ ഒരു പ്രശ്നമില്ല, റെഡി ആയിക്കോളും. ആദ്യം 2-3 പ്രാവശ്യം നമുക്കിങ്ങനെ ഈ ഇല കംപ്ലീറ്റ് വെട്ടിപ്പോയതായി. അപ്പം അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ മരുന്ന് പിന്നെ ഇതിന് ഉപയോഗിച്ച്. അപ്പോൾ വളരെ കറക്റ്റായിട്ട് ഒരൊറ്റ ഇല പോകാണ്ട് ഒക്കെ നന്നായി വളർന്നു വന്നു. അപ്പോൾ ഈ മരുന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ട് വരെ നശിച്ചു പോകും. ഈ ഇല വിട്ടുന്നത് മാത്രമല്ല, ഇതിൻ്റെ തണ്ടും അങ്ങ് നശിച്ച് ഒരു കറുത്ത പുള്ളി വന്നിട്ട് തണ്ടിൽ വരെ പിന്നെ അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. തണ്ടൊക്കെ ആകെ ചീഞ്ഞ് നശിച്ചു പോകും. അപ്പോൾ ഈ മരുന്ന് 2-3 പ്രാവശ്യം നമ്മൾ ഈ തേപ്പ് പിന്നെ തളിര് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കണ്ട ഇതൊക്കെ എന്ത് പവറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് നമ്മൾ ആ ഇര വെട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു കാണാൻ കൂടി ഒരു കോലം ഉണ്ടാവില്ല. മാവ് തന്നെ ആകെ ക്ഷീണിച്ചു പോകും. മാവിന് തന്നെ ക്ഷീണമായിരിക്കും. ഇപ്പം കാണാൻ തന്നെ എന്തൊരു ഭംഗിയുണ്ട് തന്നെ ആ ഇലകൾ. അപ്പോൾ നമ്മൾ ഈ പിന്നെ മരുന്ന് ഉപയോഗിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ഇല നഷ്ടപ്പെടാണ്ട് മാവിന് യാതൊരു ക്ഷീണം പറ്റാണ്ട് നമുക്ക് അതിനെ സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി അടിച്ചു കൊടുത്താൽ ഈ പ്രാവശ്യത്തെ ആ തേപ്പ് തളിര് എല്ലാം ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ അടിക്കണമെന്നില്ല. ഒരു 3 പ്രാവശ്യം അടിച്ചു കൊടുത്താൽ മതി. ഒരു 2 ദിവസം ഇടവിട്ട് ഞാൻ അടിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ അതുപോലെ ഞാൻ അടിച്ചതൊരു ചെറിയ മാവാണ്. ഇതിനിപ്പോൾ ഞാൻ 1 പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ 2-ാം പ്രാവശ്യം ഇപ്പം ഒന്നുകൂടി അടിക്കണം. ഇതിനിപ്പോൾ ഒരൊറ്റ ഇതുവരെ വെട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ചട്ടിയിലൊക്കെ ഇങ്ങനെ മാവ് വലിയ മാവിനൊന്നും നമുക്ക് ഇതാക്കാൻ കഴിയില്ല. വലിയ മാവിനൊന്നും സ്പ്രേ അടിക്കാൻ കഴിയില്ല. ചെറിയ മാവിനൊക്കെ നമ്മൾ ചട്ടിയിൽ ഗ്രോ ബാഗിലൊക്കെ വെക്കുന്ന മാവിനൊക്കെ നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തിട്ടാണെങ്കിൽ ഒരൊറ്റലയും പോകാണ്ട് നഷ്ടപ്പെടാണ്ട്. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ അതൊക്കെ അതിൻ്റെ ഏകദേശം 3 അടിയും കഴിഞ്ഞ് ക്ലിയർ ആയതാണ്. ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതിലൊക്കെ നല്ല ഭംഗിയായിട്ട് വളർന്നു വന്നു.
ആർക്ക് കണ്ടാലും അറിയാം ഇപ്പോൾ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ആകെ താറുമാറായി കഴിഞ്ഞാൽ എല്ലാത്തിനും വെട്ടി